ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾക്ക് കൊട്ടാരക്കര താലൂക്കിലെ മുട്ടറ മരുതിമല കാണാനായിട്ട് പോകാം. കുറേ നാളത്തെ ആഗ്രഹമാണ്. ഇന്ന് കൊട്ടാരക്കര റൂട്ട് തന്നെ ജോലി ആയതുകൊണ്ട് ഞാനും സിയായും വിചാരിച്ചു, ഓക്കെ ഇന്ന് മുട്ടറ മലയിലേക്ക് പോയി കളയാം. അങ്ങനെ നമ്മൾ മുട്ടറ സ്കൂളിൻ്റെ കവാടത്തിൻ്റെ അവിടെ ഇനി നേരെ ഇവിടെ നിന്ന് നേരെ മുട്ടറ മലയിലേക്കാണ് യാത്ര. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ഓക്കെ, നമുക്ക് എന്താ പറയുക, ഒരു ഫീല് കിട്ടുന്നൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മളിപ്പോൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. എന്താ പറയുക, കൊട്ടാരക്കരയുടെ തിരക്കേറിയ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ വളരെ മാറി, വളരെ ഒരു ചേഞ്ച് തന്നെയാണ്. വളരെ സൈലൻ്റായിട്ട് ഇതാണ് മലയിലേക്കുള്ള വഴി. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം താഴ്വാരത്തെ മലയ്ക്ക് മുകളിൽ കയറാതെ അതിൻ്റെ താഴത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണാം. ശരിയാണ്, ദൈവം നമുക്ക് ഈ കാടും കാറ്റും മണ്ണും മലയും ഒക്കെ കാണുന്നതിനായിട്ട് വളരെ കുറച്ച് സമയമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഉള്ള സമയം നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്കൊപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം, അല്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ വേസ്റ്റ് തന്നെയാണ്. കണ്ടില്ലേ, ഈ വ്യൂ ഒക്കെ നമുക്ക് പ്രകൃതി ഒരുക്കി തന്നിട്ടുള്ളതല്ലേ. ഇതൊക്കെ നമ്മൾ കാണാതെ പോയാൽ എങ്ങനെ? നമ്മുടെ ലൈഫിൽ തന്നെ ഇങ്ങനെയുള്ള മനോഹരമായ നിമിഷങ്ങൾ വളരെ തുച്ഛമായിട്ടല്ലേ കിട്ടും. ആസ്വദിക്കണ്ടേ നമ്മൾ? നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സും സങ്കടങ്ങളും ഒക്കെ മറക്കാൻ ഒരുപക്ഷെ ഒരു നല്ല യാത്ര മതി. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണിത്. ഓരോ യാത്രകളും ഒരു പ്രണയകഥ പോലെയാണ്, അല്ലേ? പ്രകൃതിയും നമ്മളും തമ്മിലുള്ള പ്രണയം, ഒരു ലിമിറ്റ്ലെസ് ബോണ്ട്. യാത്രകൾ പരിണാമങ്ങളാണ്, വിശാലമായ ലോകത്തെ കാണാൻ പ്രേരിപ്പിക്കുന്നവ. ശരിയല്ലേ? എനിക്ക് മരുതിമല മുകളിൽ കയറണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഞാനിവിടെ വന്ന് ഈ അടിവാരം ഫുള്ള് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഏതോ നമ്മുടെ കേരളത്തിൽ തന്നെയാണോ നമ്മൾ നിൽക്കുന്നതെന്നുള്ളൊരു തോന്നിപ്പോയി. അത്രയ്ക്ക് ഭംഗിയുള്ള ആ പച്ചപ്പും മലകളുടെ ആ ഷേപ്പും എല്ലാം കണ്ടപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് മരുതിമലയിലെ കാഴ്ചകൾ. പക്ഷേ ഇതിന് താഴെ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് നമുക്ക് ഒരുക്കി വെച്ചേക്കുന്നത് ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്. കാര്യം ഈ വ്യൂ പിടിച്ചു നിർത്തുന്നുണ്ട് നല്ല രീതിക്ക്. നമ്മൾ ഓരോരുത്തർക്കും പരിമിതികളുണ്ട്, ഇല്ലേ? ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമുക്ക് ചുറ്റും ഒന്ന് കണ്ണ് തുറന്ന് നോക്കണം. ആ നോട്ടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ സ്പർശിച്ചായിരിക്കണം. അപ്പോൾ നമുക്ക് തന്നെ കാണാം ഓരോ പുൽക്കൊടിയിലും ഭംഗി, ഓരോ പാറകളിൽ പോലും പണ്ടെങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു മനോഹാരിത. അതൊന്ന് ഫീൽ ചെയ്ത് തന്നെ അറിയണം. പണ്ട് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, യാത്രകളൊരു ലഹരിയാണ്. ശരിയാണ്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് മറ്റൊന്നിനും തരാൻ കഴിയത്തില്ല. ഈ വ്യൂ ഒക്കെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രകൃതി ഒരുക്കി വെച്ച ഗിഫ്റ്റ് തന്നെയാണ്. യാത്രകൾ നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കും. വളരെ കറക്റ്റാണ്. എന്നെ ഞാനാക്കുന്ന ചില മൊമെൻറ്റ്സ് അതെനിക്ക് ഈ യാത്രകളിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഈ വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ കുറച്ച് സൗണ്ട്സ് ഇവിടെ നിന്ന് തന്നെ ലൈവായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത സൗണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. മരുതിമലയിലെ ടോപ്പിലെ വിശേഷങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിന് താഴെ ഇങ്ങനെ ഇത്രയ്ക്ക് മനോഹരമായൊരു വ്യൂ ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് തന്നെ. ഇവിടെ വന്നപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ പിന്നെ മുകളിലെ കാഴ്ചകൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണാമെന്നാക്കി. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളൊരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരികയാണ്. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് നിൻ പറദീസ. വളരെ കറക്റ്റാണ്.
100%. ഒരുപക്ഷെ ഞാനിവിടെ വന്നിട്ട് നേരെ മുകളിലേക്ക് കയറിപ്പോയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കുണ്ടാകുന്ന വളരെ വലിയ നഷ്ടം തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ലൈവ് വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന്. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ എവിടെയാണെന്നുള്ളത്. യാത്രകളോടും കാഴ്ചകളോടും മുഹബത്ത് തോന്നിയ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അവരൊക്കെ എത്ര ഹാപ്പി ആയിരിക്കും. ജീവിതത്തിൽ സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുന്നവരുണ്ട്. സത്യത്തിൽ അവരാണ് സമ്പാദിക്കുന്നത്. അനുഭവങ്ങളും ഈ കാഴ്ചകളും സംസ്കാരങ്ങളും അങ്ങനെ ഒരുപാട് നേടി യാത്ര ചെയ്യുന്നവർ. അവരെത്ര ഹാപ്പി ആയിരിക്കും ലൈഫിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി ഷെയർ ചെയ്യുക. മുകളിലത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. Tell me pretty lies, look me in the face, tell me that you love me, even if it's